ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും മലയാളി ക്രീപ്പർ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ എപ്പിസോഡ് 4 ആയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോറേജ് റൂം സെറ്റ് ചെയ്യണം അപ്പർ സൈഡിൽ എവിടെയെങ്കിലും. പിന്നെ നമുക്കിന്ന് ഫുൾ ഡയമണ്ട് ആർമർ ആവണം. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ മൈനിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൈൻ. അപ്പോൾ ഞാൻ ഈ ഡയമണ്ടൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഡയമണ്ട് ഇവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഓനോ താഴത്തേടി പോയി, അത് കുഴപ്പമില്ല, ഞാൻ എടുത്തോളാം. അപ്പോൾ ഒരെണ്ണം നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ രണ്ടാമത്തെ ഡയമണ്ടും നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ടോട്ടൽ 2 ഡയമണ്ട് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നോക്കി, പക്ഷെ ഒന്നും കാണാൻ ഗൈസ്. അപ്പോൾ നമ്മുടെ അടുത്ത സെറ്റ് ഡയമണ്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊന്ന് 2 തന്നെയാണ് കാണാനുള്ളൂ. ഇവിടെ സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഇവിടെ നിന്ന് കാണാമല്ലോ ഗൈസ്. അപ്പോൾ ഇവിടെ നോക്കിയിട്ട് ഇല്ല. ഇതാ നമ്മുടെ നാലാമത്തെ സെറ്റ് ഡയമണ്ട് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ നേരെ മൈൻ ചെയ്തിട്ടുണ്ട്. സൈഡിൽ നോക്കി, പക്ഷെ ഒന്നും കാണാനൊന്നുമില്ല. പിന്നെയും നമുക്ക് അടുത്ത ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഒരെണ്ണം ഉള്ളൂ തോന്നുന്നുണ്ട്. ഞാൻ ചുറ്റൊന്ന് മൈൻ ചെയ്ത് നോക്കി, ഒന്നും കണ്ടില്ലേ. ഇതാ ഇവിടെ അടുത്ത ഡയമണ്ടും ഉണ്ട്. ഇത് ഒരെണ്ണേ ഉള്ളൂ. നമുക്ക് ചുറ്റൊന്ന് മൈൻ ചെയ്ത് നോക്കാം. കാരണം ചുറ്റൊന്ന് മൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതാ പറഞ്ഞില്ലേ, ഈ ഒരു 1.18 ശേഷം നമുക്ക് ഇങ്ങനെയാണ് ഒന്ന് ചുറ്റൊന്ന് മൈൻ ചെയ്ത് നോക്കേണ്ടി വരും. ഒരെണ്ണം ഉള്ളെങ്കിലും ചിലപ്പോൾ നമ്മൾ 2 കിട്ടാണ്ട് പോകും. അപ്പോൾ ഇവിടെ നമ്മൾ വന്നൊരു വാട്ടർ കേവിൽ എത്തിയിട്ടുണ്ട്. ചെറിയൊരു കേവാണ്. അവിടെ നമുക്കൊരു ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. ഒന്നല്ല, ഓക്കെ, മൊത്തം ടോട്ടൽ 3 ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കുറേ കിട്ടി. ഞാൻ പകുതി കാണിക്കാത്തതാണ്, കാരണം എല്ലാം കൂടെയും കാണിച്ച് നമ്മുടെ വീഡിയോ ലെങ്ത് ആവും ഗൈസ്. നല്ലോണം ലെങ്ത് വേണം. ഇപ്പോൾ 6 കിട്ടിയിട്ടുള്ളൂ, പക്ഷേ ഒരു 20 ഒരു 30-32 കിട്ടിയിട്ടുണ്ടാവും. അത് ഞാൻ ബേസിൽ കൊണ്ട് വെച്ചിട്ട് ഇറങ്ങി വരികയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു പ്രാവശ്യം ചത്തു, അതാണ് മെയിൻ. പിന്നെ ഞാൻ ഇതിൽ കൂടെ വന്നിട്ട് കുറേ വീണ്ടും അന്ന് മൈൻഡ് ചെയ്തു. പോരാതെ കേവന്നെ നമ്മളിങ്ങോട്ട് വിലയ്ക്ക് വാങ്ങി, വിലയ്ക്കല്ല, ഫ്രീ ആയിട്ട് നമുക്ക് വാങ്ങി. കാരണം ഇവിടെ ഫുള്ള് ടോർച്ച് അങ്ങ് വെച്ച് ഈ മോബ് സ്പോണൊക്കെ ഫുള്ള് ഇല്ലാണ്ടാക്കിയിട്ട് നമ്മൾ കേവ് ഫുള്ള് നമ്മുടെ കൈക്കലാക്കിയിട്ടുണ്ട്. പോരാത്തിന് ഇവിടെ ഒരു സ്ലൈം ചങ്ങാണ് ഗൈസ്. കാരണം നമുക്കിവിടെ സ്ലൈമൊക്കെ സ്പോൺ ചെയ്യണ്ടായിരുന്നു. അത് എൻ്റെ ഇൻവെൻട്രിക്കകത്ത് കണ്ടാൽ മനസ്സിലായല്ലോ. ഇതാ പറഞ്ഞോളൂ, അപ്പോഴേക്കും വന്നു സ്ലൈം. അപ്പോൾ ഈ കേവിന് നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് നടക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഇടയ്ക്കൊരു ഈ അമിത്തിസ്റ്റ് ജിയോട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് സുഖമായിട്ട് നമ്മുടെ സ്പൈ ഗ്ലാസും മറ്റ് സംഭവം ഉണ്ടാക്കാമല്ല. സ്പൈ ഗ്ലാസ് തന്നെ ഉണ്ടാക്കാൻ പറ്റില്ല തോന്നുന്നു ഇത് വെച്ചിട്ട്. അതെ, ഇതെന്തായാലും ഞാൻ ഫുള്ള് വരട്ടെ. ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാനൊന്നും പറ്റില്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം സുധിയണ്ണൻ്റെ വീഡിയോയിലൊക്കെ അങ്ങനെയാണ്. ഇത് ബേസിൽ കൊണ്ടായാലും പൊട്ടിച്ചെടുത്താലും ഇത് വളരില്ല. കാരണം ഇതിവിടെ അത് പൊട്ടിച്ചെടുക്കാൻ പറ്റില്ല തോന്നുന്നുണ്ട്. ഇത് ഇവിടെ നിന്ന് തന്നെ വളരണം ഈ സാധനം. ഇതാ നമ്മുടെ അടുത്ത ഒരു വലിയ സ്ലൈം സ്പോണുണ്ട്. ഇതിനൊന്ന് ഞാൻ ഫുള്ളൊന്ന് ക്ലിയർ ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത സെറ്റ് ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. ഇത് 1 2 3 4 ഒക്കെ ഉണ്ടല്ലോ. 3 ഇത് എത്ര എണ്ണം? ഓക്കെ, ടോട്ടൽ 5 ഡയമണ്ട്. ഓ നോ, എൻ്റെ പിക്കാക്സ് പൊട്ടി ഗൈസ്. അപ്പം ഞാൻ ബേസിൽ പോയിട്ട് പിക്കാക്സ് എടുത്തിട്ട് വന്നിട്ട് അത് മൈൻ ചെയ്യാം. ഇപ്പോൾ ഓക്കെ, ഞാൻ പിക്കാക്സ് എടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് 5 ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഡയമണ്ടൊക്കെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആവശ്യത്തിനായി. പക്ഷേ നമുക്കിനി ഇത് ആർമർ ട്രിം ഇതും കൂടിയും ചെയ്യണം. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് ഡയമണ്ട് വേണം ഗൈസ്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഈ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഡയമണ്ട് വേണം. അപ്പോൾ ഞാൻ ഫൈനലി ബേസിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ 57 ഡയമണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പോരാത്തതിന് 18 സ്ലൈമും നമുക്ക് കിട്ടിയിട്ടുണ്ട്, സ്ലൈം ബോൾ. പിന്നെ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റോറേജ് പണിയണം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് കുറച്ച് റിസോഴ്സസിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഡയമണ്ട് ആർമറും ടൂൾസ് ഉണ്ടാക്കണം. അപ്പോൾ ആർമർ എന്തെങ്കിലും കംപ്ലീറ്റ് ഉണ്ടാക്കാം.
ഇവിടെ ഇതുവരെ കണ്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യുക. കാരണം നമ്മൾ റോഡ് ടു 1K ആണ്. അതിൻ്റെ ഫസ്റ്റ് മൈൽ സ്റ്റോണായ 50 സബ്സ്ക്രൈബേഴ്സ് നമ്മളിപ്പോൾ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ തുടർച്ചയായ സപ്പോർട്ടിനാണ് വീണ്ടും പ്രതീക്ഷിക്കുന്നത്. ഡെയിലി നമ്മുടെ വീഡിയോസ് കാണാൻ ശ്രമിക്കുക, കാരണം ഞാൻ ഇപ്പോൾ ഡെയിലി വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ ഡയമണ്ട് ആർമറും ടൂൾസും ഇവിടെ സെറ്റായിട്ടുണ്ട്. നമ്മളിനി ഇതൊന്ന് എൻചാൻറ്റ് ചെയ്താൽ മതി. അതെന്തായാലും ഞാൻ ഇപ്പോൾ ചെയ്യാൻ നിൽക്കണില്ല, അത് നമുക്ക് വൈകാതെ അടുത്ത എപ്പിസോഡിലും എല്ലാം ചെയ്യാം. അപ്പം ഞാനാണെങ്കിൽ ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ സ്റ്റോറേജ് സെറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തേക്കണേ. ഒരു ചെറിയൊരു സെറ്റപ്പ്, നമ്മുടെ ബേസിനെക്കാട്ട് ഇത്തിരി വലുതാണ്. എന്നിട്ട് നമുക്ക് അവിടെ ഫുള്ള് ചെസ്റ്റ് അടുക്കി വെച്ച് അതൊക്കെ സോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ബിൽഡിലേക്ക് തുടങ്ങാം. ഇതെന്തായാലും ഫുള്ളൊന്നും കാണിക്കാൻ പറ്റത്തില്ല, കാരണം ഫുള്ള് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലെങ്തി ആവും. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കംപ്ലീറ്റ് കണ്ടോളും നിങ്ങൾ. അപ്പം നമ്മുടെ ഇതാണെങ്കിൽ സ്റ്റോറേജ് ആണെങ്കിൽ ഫുള്ളായിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്കിത് ഫുള്ളൊന്ന് സോർട്ട് ചെയ്യണം. ഐറ്റം ഫ്രെയിം വെച്ചിട്ട് സംഭവം കൊടുത്തിട്ട് അതെന്തായാലും ഞാൻ ഈ അടുത്ത എപ്പിസോഡിലാണ് ചെയ്യാൻ നിൽക്കണല്ലോ. ഫുള്ള് ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഡിപ്പിൾ സൈറ്റ് വെച്ച് നമ്മൾ ടൈലൊക്കെ ചെയ്ത് ടഫ് വെച്ചിട്ടാണ്. എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റ ബൈ ബൈ.